എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് ആത്മീയ കേന്ദ്രങ്ങൾ. പ്രത്യേകിച്ച് കേരളത്തിൽ കൂണുപോലെയാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി പോലും ഇത്തരം വ്യാജ സുവിശേഷകരുടെ കെണിയിൽ, ഇവരുടെ സൂപ്പ് സുവിശേഷത്തിൽ പെട്ടുപോയി എന്നോർക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? ഇവർ പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശുക്രിസ്തുവുമായി പറഞ്ഞതുമായി ബന്ധമുള്ളത് അന്ത്യോക്യ സഭയിലുള്ള അതുമായി ബന്ധപ്പെട്ട ആ വിശ്വാസം ഹോൾഡ് ചെയ്യുന്ന പിതാക്കന്മാർക്കാണ്. അവർ തൂണിലും പാറയിടുക്കിലും, അതുപോലെ തന്നെ അവരെ വിളിക്കുന്ന ഇഹീതന്മാരും പാറയിടുക്കിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും സ്തൂപികളൊക്കെ എന്നൊക്കെയാണ്. അവരൊക്കെ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതം സമ്പാദ്യം മുഴുവൻ ദരിദ്രർക്കും രോഗികൾക്കും ആവശ്യക്കാർക്കും മുഴുവൻ പങ്കിട്ട് കൊടുക്കുകയും ചെയ്തു. അവരാണ് യഥാർത്ഥ സുവിശേഷം എഴുതിയത്. അതിനെ ദുർവ്യാഖ്യാനിച്ച് ഇന്ന് പ്രസംഗിക്കുന്നവരാണ് ലോകത്തിന് മുഴുവനുള്ളവർ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാന മാഫിയകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഡാനിയൽ പൂർണ്ണത്തിലച്ഛനും അതുപോലെ തന്നെ വട്ടായിലച്ഛനും എടുക്കാം. അവരുടെയൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇത്തരം ആളുകളിൽ നിന്ന് ഇവരുടെ പ്രസംഗം വഴി വായു വാടകയ്ക്ക് കൊടുത്ത് ഇവർക്ക് ദാനമായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവർ പ്രസംഗിക്കുന്നതും ഇവരുടെ ആ കൂട്ടിവെച്ചിരിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. വട്ടായിലച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2 LED TV മാത്രം, എനിക്ക് തോന്നുന്നത് അത് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അറിയാം, ലക്ഷക്കണക്കിന് രൂപയാണ്. 5 or 6 LED TV അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ്. ഏകദേശം ഒരു 20 ലക്ഷം രൂപയ്ക്ക് മേലുള്ള എന്തായാലും അത്തരം ടി വികൾക്കാവും. ഇതുപോലെ എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലുമുണ്ട്. അപ്പോൾ ആളുകളുടെ പണം, കാണിക്കയിടുന്ന പണം ചൂഷണം ചെയ്ത് ഇവർ കാണിക്കുന്നതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇവർ അവരുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ നീളം കൂട്ടുക എന്ന് പറയണേ. ഇവർ സ്ഥലങ്ങൾ മേടിച്ച് കൂട്ടുന്നു, കെട്ടിടങ്ങൾ പണിത് കൂട്ടുന്നു. എന്നിട്ട് ഇവർ ദരിദ്രരോടുള്ള സുവിശേഷം പറയുന്നു. പാവങ്ങളെ അവിടെ എത്തിച്ച് അവരെ മാനസികമായി മറ്റൊരു തലത്തിലാക്കി അവരെ ചൂഷണം ചെയ്യുകയാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, മറ്റ് മതങ്ങളിലും നടക്കുന്നുണ്ട്. മറ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സ്ഥലങ്ങളിലും ഇത്തരം കച്ചവടം നടക്കുന്നുണ്ട്. അത് യോഗയുടെ പേരിലായിട്ടും അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ വേറൊരു രീതിയിലായിട്ടും, അതൊക്കെ നമുക്ക് ആഴത്തിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള വ്യാപാരങ്ങൾ നടക്കുകയാണ്. ഓരോ മതങ്ങളും അവരുടെ ദൗത്യം ഹീൽ ദ സിക്കാണ്. അതിൻ്റെ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമാണ് ഓരോ സഭയും നിൽക്കേണ്ടത്. അതിൽ പ്രവർത്തിക്കുന്നവരും അതിൽ അംഗമായിരിക്കുന്ന ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. ഇന്നിവർ ഇതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസംഗം ഒരു വഴിക്ക്, അവരുടെ ജീവിതം മറ്റൊരു വഴിക്ക്. അതുകൊണ്ടാണ് ആളുകൾ ഇവരെ സോഷ്യൽ മീഡിയ വഴിയും സകല സ്ഥലം വഴിയും എടുത്തിട്ട് പെരുമാറുന്നത്. ഇവർ സുവിശേഷം പറഞ്ഞിട്ട് കയറുന്ന കാറുകൾ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാണ്. ആർഭാടത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ ധ്യാനഗുരുക്കന്മാരും അതുപോലുള്ള ആളുകളും കാണിക്കുന്നത്. ഇവർ കെട്ടിടങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിച്ചതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? എല്ലാവരും ദൈവങ്ങളാണ്. അവരെ സേവിക്കണമെന്നാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീ ദീനരെ സഹായിച്ചോ, വിധവയുടെ അടുത്ത് പോയി ജയിലിൽ സന്ദർശിച്ചോ, ഇതൊക്കെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ധ്യാനകേന്ദ്രത്തിലേക്ക് ആളുകളെ വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ മറ്റ് സ്പിരിച്വൽ അതിലേക്ക് ആളുകളെ എത്തിച്ച് അവരെ ചൂഷണം ചെയ്യുകയാണ്. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് ഈ ഒരു ഇതിൽ മാത്രമല്ല, ഇത്തരം വേലക്കാർ മാത്രമല്ല,
ഈ ടിനു യോഹനനെ പോലെ, തങ്കുവിനെ പോലെ ഉള്ളവർ മാത്രമല്ല, പുറത്തുള്ള മറ്റ് ഇത്തരം പ്രസ്ഥാനങ്ങളിലും ഇത്തരം ഉഡായിപ്പുകൾ നടക്കുന്നുണ്ട്. അവരുടെ കേന്ദ്രങ്ങളിലേക്ക് വിളിക്കുന്നു, പ്രത്യേക രീതിയിൽ വേറെ കോച്ചിങ് കൊടുക്കുന്നു, ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയും സാധാരണ ഒരു മനുഷ്യനായിട്ട് സമൂഹത്തെ അറിഞ്ഞ് സമൂഹത്തോട് ചേർന്ന് ജീവിക്കുക, ഇതാണൊരു മനുഷ്യൻ ചെയ്യേണ്ടത്. അവൻ്റെ ജീവിതത്തിൽ പരസ്പരം നന്മ ചെയ്യുക, സഹായിക്കാനുമുള്ള ഒരു മനസ്സുണ്ടാവണം. ഇതിനെല്ലാമാണ് ഈ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സഭയുടെ എല്ലാം ദൗത്യവും അതുതന്നെയാണ്, ഹീൽ ദ സിക്ക്. അങ്ങനെ ചെയ്യാനായിട്ട് സഭയ്ക്കും സർക്കാരിനും സംഘടനകൾക്കും സാധിക്കട്ടെ. പ്രസംഗിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഞാനും ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനും ഇത് ചെയ്യേണ്ട ആളാണ്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പരിമിതികളുണ്ട്. പക്ഷേ സഭയ്ക്കോ സംഘടനയ്ക്കോ ഇതിന് പരിമിതിയില്ല. കാരണം അവരുടെ കുപ്പായത്തിന് അധികാരത്തിൻ്റെ ശക്തിയുണ്ട്, പവറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാണ്ടല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ സഹായിക്കാനായിട്ട് മുമ്പിലേക്ക് വരും. അപ്പോൾ അവനവൻ്റെ കീശ വീർപ്പിക്കാതെ സാധുക്കളായ ആളുകൾ, ദൈവങ്ങൾ ഇനിയും ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ. താങ്ക് യു.